നിരവധി യുവതികൾ വെളിപ്പെടുത്തലുമായി എത്തിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതോടെ MLA സ്ഥാനവും രാജിവെക്കണമെന്ന ആവശ്യവും പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ഇതിനിടെ വാർത്താസമ്മേളനം രാഹുൽ വിളിച്ചിരുന്നു. എല്ലാം ഒരുക്കി വെച്ചിട്ടും അവസാന നിമിഷം വാർത്താസമ്മേളനത്തിൽ നിന്ന് പിന്മാറി പാലക്കാട് MLA. നേതാക്കൾ ഇടപെട്ടതാണ് വാർത്താസമ്മേളനം റദ്ദാക്കാൻ കാരണമെന്ന് സൂചന. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഒഴിവാക്കി. പെട്ടെന്നുള്ള വാർത്താസമ്മേളനം രാജി പ്രഖ്യാപിക്കാനാണെന്ന് സൂചനയുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം രാഹുൽ പിന്മാറുകയായിരുന്നു. ഇരയായ പെൺകുട്ടികൾക്കെതിരെ രാഹുൽ അധിക്ഷേപം നടത്തുമോ എന്നും നേതൃത്വത്തിന് ആശങ്ക. കൂടുതൽ നേതാക്കളുടെ പേരും രാഹുൽ വെളിപ്പെടുത്തുമെന്നുമുള്ള സംശയവും ഇതിന് കാരണമെന്ന് സൂചന. അതേസമയം തന്നെ ഗർഭഛിദ്രത്തിന് വിസമ്മതിച്ച പെൺകുട്ടിയെ കൊല്ലുമെന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരുന്നു. എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാ താൻ വിചാരിക്കുന്നേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് പറയുന്നത് പുറത്തെത്തിയ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി എത്രത്തോളം വലിയ മാലിന്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. കുട്ടിയെ വളർത്തണമെന്ന പെൺകുട്ടിയുടെ തീരുമാനത്തെ മാനിക്കാതെ രാഹുൽ സംസാരിക്കുന്നത് ഓഡിയോ ക്ലിപ്പിൽ കേൾക്കാൻ സാധിക്കും. ഗർഭഛിദ്രത്തിന് വഴങ്ങിയില്ലെങ്കിൽ കൊല്ലുമെന്നാണ് രാഹുലിൻ്റെ ഭീഷണി. ടെമ്പർ തെറ്റുമ്പോൾ എന്തും പറയാനുള്ള ആളല്ല താനെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പറയുന്ന ആദർശം കുറച്ചെങ്കിലും ലൈഫിൽ കൊണ്ടുവരണമെന്ന് പെൺകുട്ടി രാഹുലിനോട് പറയുന്നുണ്ട്. കുഞ്ഞിനെ അന്തസ്സോടെ വളർത്തുമെന്ന് പെൺകുട്ടി പറയുമ്പോൾ അത് ഭ്രാന്താണെന്നും രാഹുൽ പറയുന്നു. നടി റിനി ആൻഡ് ജോർജ്, എഴുത്തുകാരി ഹണി ഭാസ്കരൻ, ട്രാൻസ്ജെൻഡർ അവന്തിക അടക്കമുള്ളവർ രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നു. ഇതോടെയാണ് ഗത്യന്തരമില്ലാതെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരുന്നത്. VD സതീശനുമായി അടുത്ത ബന്ധമുള്ള നടി റിനി അടക്കമുള്ളവർ കോൺഗ്രസുമായി ബന്ധം പുലർത്തുന്നവരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം രാഹുൽ വിവാദം കോൺഗ്രസിന് വലിയ തലവേദനയാകും. വയനാട് ദുരിതബാധിതർക്കുള്ള ഫണ്ട് തട്ടിച്ചു എന്നതടക്കമുള്ള സാമ്പത്തിക ക്രമക്കേട് പരാതികൾ രാഹുലിനെതിരെയുണ്ട്. കോൺഗ്രസുകാർ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്.